ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ചിക്കനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുക്കർ ചിക്കൻ. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാത്രം, ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 സ്പൂൺ മല്ലിയും, പൊടിക്കാത്ത മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയും, ഒരു 5-6 ചുവന്ന മുളകും, പിന്നെ ഒരു കറുവാപ്പട്ട, ഒരു 5 ഏലക്കായ, ഒരു 4-5 ഗ്രാമ്പു. ഇതെല്ലാം കൂടെ ഇട്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കണം. കുറച്ച് പെരുംജീരകം, അതായത് വലിയ ജീരകം ഇട്ടിട്ടുണ്ട്, 1 സ്പൂണ്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, വല്ലാതെ വറവാവണ്ട. അപ്പോൾ ഇത് ഒരുവിധം പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇത് ഇനി നമുക്ക് പൊടിച്ചെടുക്കാം. മിനിറ്റ് കറക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുക്കാം. നമ്മൾ ഈ മസാല നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത മസാലക്കൂട്ടിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ എടുത്ത് നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒരു 7 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ചെറിയ 2 കഷ്ണം ഇഞ്ചി, ഒരു 7 ചെറിയ ഉള്ളി ചെറുതായതുകൊണ്ടാണ് 7 എടുത്തത്. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് ഒന്നായിട്ട് ഫൈനായി അരച്ചെടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ പച്ച മസാല നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടി നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈസ് മസാല കൂടി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നു. നല്ല പോലെ എല്ലാ ഭാഗവും നല്ല നോക്കുന്നുണ്ട്. ഇതിന് വലിയ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ നല്ലോണം മസാല പിടിക്കാനായിട്ട് കത്തി വെച്ച് വലിയ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ നല്ല പോലെ നമ്മൾ കായം തേച്ച് വെച്ചു. ഇനി 1 മണിക്കൂർ ഇത് റെസ്റ്റിന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കുക്കറിലോട്ട് ഈ ചിക്കൻ നമുക്ക് മാറ്റാം. കുക്കറിനനുസരിച്ച് വലുപ്പമുള്ള ചിക്കനായിരിക്കണം. അധിക വലുപ്പമുള്ള ചിക്കൻ എടുക്കാത്തതാണ് ഏറ്റവും ബെറ്റർ. നമ്മളിതിലേക്ക് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഈ കുക്കറിലേക്ക് ചിക്കൻ വെച്ച് നമ്മൾ കുക്കർ മൂടി കൊടുത്തു. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് 1 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് 1 വിസിലായിട്ടുണ്ട്. ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ തുറന്ന് നോക്കാം. ആവിയോണ്ട് ഇത് മങ്ങീണ്. അപ്പോൾ കുക്കർ ചിക്കൻ ഇതാ റെഡി ആയിരിക്കണേ. നല്ല പോലെ പെർഫെക്റ്റായി വെന്തിന്, കണ്ടില്ലേ? ഇതിൻ്റെ സൈഡ് ഞാൻ നെക്കി നോക്കിയതാണ്. പിന്നെ ഇനി നമുക്കിത് മെല്ലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുക്കർ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കണേ കാണിച്ചില്ല. ഭയങ്കര ചൂടായതുകൊണ്ട് 2 സ്പൂൺ ഉപയോഗിച്ചാണ്ടാണ് ചീനച്ചട്ടിയിലേക്ക് വെച്ചത്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണുള്ളൂ കേട്ടോ. നല്ല വെന്തതാണ്, പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്, കണ്ടില്ല? അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഇടുന്ന സമയത്ത് അടർന്നു പോയതാണ്. ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റായി. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇപ്പോൾ ഇതാ നമ്മുടെ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.